ചെക്ക് ബൗൺസ് ആകുമെന്ന് പേടിച്ച് പലപ്പോഴും പേയ്മെൻറ്റ് മോഡായി നമ്മൾ ചെക്ക് വാങ്ങിക്കാൻ മടിക്കാറുണ്ടല്ലേ. അതുകൂടാതെ ഇനിയിപ്പോൾ ബൗൺസ് ആകുമെന്ന് അറിയണമെങ്കിൽ തന്നെ ബാങ്കിൽ കൊടുത്ത് എത്രയോ മണിക്കൂറിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഈ ചെക്ക് ബൗൺസ് ആകുമോ ഇല്ലയോ എന്നുള്ളത്. ഇനിയിപ്പോൾ അത്തരം മെനക്കേടുകളൊന്നും വേണ്ട. അൽ ഇത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ എന്ന് പറയുന്നവരുടെ ഒരു സർവീസ് ഉണ്ട്. ആ സർവീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ മൊബൈൽ ഉപയോഗിച്ച് അറിയാൻ കഴിയും ഒരു ചെക്ക് ബൗൺസ് ആകുമോ ഇല്ലയോ എന്നുള്ളത്. ഈ സർവീസ് നമുക്ക് രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഒന്ന് വെബ്സൈറ്റ് വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ ഒരു മൊബൈൽ ആപ്പ് വഴിയും ചെക്ക് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ etihadbureau.ae എന്നുള്ള വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. പ്രോഡക്ട്സ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോവുക. അത് ചെന്നിട്ട് ചെക്ക് സ്കോർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെറ്റ് എ ചെക്ക് സ്കോർ എന്ന് പറയുന്ന വേറൊരു കീ ഓപ്പൺ ആവും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ വെച്ച് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡിലോട്ട് പോകും. ഡാഷ്ബോർഡിൽ ചെന്നിട്ട് ഗെറ്റ് എ ചെക്ക് സ്കോർ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചെക്കിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള കോളം ഉണ്ടാവും. അപ്പോൾ ചെക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്ത് പേയ്മെൻ്റ് ആയിട്ട് 10 dirhams 50 fils കൂടെ അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ റിപ്പോർട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് തരും. ഇനി അതല്ല, ഇതേ പ്രോസസ്സ് തന്നെയാണ് മൊബൈൽ ആപ്പ് വഴിയും വരുന്നത്. അത് പ്ലേ സ്റ്റോറിൽ നിന്നും ചെക്ക് സ്കോർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഈ റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് നമ്മുടെ ചെക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് 3 കളർ ഇൻഡിക്കേഷൻ ഉണ്ടാവും. ഗ്രീൻ കളർ ആണെങ്കിൽ ഈ ചെക്ക് ബൗൺസ് ആകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും, ഏംബർ കളർ ആണെങ്കിൽ മോഡറേറ്റ് റിസ്ക് 50% ചാൻസ് ഉണ്ട്, റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ റെഡ് കളർ ആണെങ്കിൽ 100% ബൗൺസ് ആകാനുള്ള സാധ്യതയാണ് അത് കാണിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ ചെക്ക് തന്ന ആൾ കഴിഞ്ഞ 24 മാസത്തിനകത്ത് അവരുടെ ഏതെങ്കിലുമൊക്കെ ചെക്ക് ബൗൺസ് ആയിട്ടുണ്ടോ അതിൻ്റെ പെർസെൻറ്റേജും കാണിക്കും. മാത്രമല്ല അവരുടെ പേരിൽ ദുബായ് കോർട്ടിലോ റാസൽ ഖൈമ കോർട്ടിലോ എന്തെങ്കിലും ഫിനാൻഷ്യൽ അലിഗേഷൻ കേസസോ മറ്റതോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷനും കൂടെ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും. UAE ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ചെക്കിന് മാത്രമാണ് ഈ സർവീസ് ലഭ്യമാക്കാൻ പറ്റുക.